ഇന്നൊരു അടിപൊളിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട്. കാണിച്ചു തരാം. അതെന്താന്ന് പറയുന്നതിന് മുന്നേ വർക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതുപോലെ കുറച്ച് വേസ്റ്റ് തെർമോക്കോൾ എടുത്തിട്ട് അതിനെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ തെർമോക്കോൾ പീസിനെയും നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. തെർമോക്കോൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് അരച്ച് മിനുസപ്പെടുത്തി എടുക്കുന്നതും കൂടെ ചെയ്യുന്നുണ്ട്. നല്ല പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം നല്ലൊരു ഐഡിയ ആണ്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസൊക്കെ കിട്ടും. അങ്ങനെയുള്ളൊരു ഐറ്റമാണ് ഇത് എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഈ ഒരു ഐറ്റം ചെയ്ത് തുടങ്ങിയത്. ഇത് ചെയ്യാൻ വേണ്ട മെയിൻ ഐറ്റമാണ് വൈറ്റ് സിമൻറ്റ്. വീട്ടിൽ വൈറ്റ് സിമൻറ്റ് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ വൈറ്റ് സിമൻറ്റ് എടുത്തപ്പോൾ അമ്മമ്മ കുറച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് വൈറ്റ് സിമൻറ്റ് തന്നെ ആണോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഇത്തിരി പൊടിയെടുത്ത് വെള്ളത്തിൽ കലക്കി മിക്സാക്കി നോക്കിയപ്പം അത് കട്ടിയാവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ച് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അതിനിടയ്ക്ക് കട്ട് ചെയ്തെടുത്ത തെർമോക്കോൾ പീസസൊക്കെ ഒരു MDF ബോർഡിലേക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള വൈറ്റ് സിമൻറ്റ് ഇതിൻ്റെ മേലെ കൂടെ അപ്ലൈ ചെയ്യാൻ പോണത്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാനിതൊരു ദിവസം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എടുത്ത് വന്നപ്പോൾ ദേ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോയിരുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വൈറ്റ് സിമൻറ്റ് അല്ലെന്നും പണ്ടെപ്പോഴോ വീട്ടിൽ ടൈല് പണി നടക്കുന്ന സമയത്ത് ആ ടൈലിനിടയിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച പൊടിയായിരുന്നു. അതെടുത്താണ് ഞാൻ വൈറ്റ് സിമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്ലാൻ കോളായി. പക്ഷേ വൈകാത്ത ഒരു ദിവസം ശരിക്കുള്ള വൈറ്റ് സിമൻറ്റ് വാങ്ങിച്ചിട്ട് ഞാനിതിൻ്റെ ബാക്കി ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2.